Welcome to the new video class of Operations Management. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2 ഫെസിലിറ്റീസ് പ്ലാനിങ്. മൊഡ്യൂൾ 2 ചാപ്റ്റർ 2 തന്നെയാണ്. അപ്പം ഫെസിലിറ്റീസ് പ്ലാനിങ് അതാണ് ചാപ്റ്റർ നെയിം. സോ ഒരു ഓർഗനൈസേഷനിലെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം, അതെങ്ങനെ അറേഞ്ച് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഫെസിലിറ്റീസ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫെസിലിറ്റി പ്ലാനിങ് ഈസ് ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ സ്ട്രാറ്റജി ഓഫ് ബിസിനസ് ഫേം. ഫെസിലിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫെസിലിറ്റി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഫിക്സ് ചെയ്യുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുള്ള ഒരു മാറ്ററാണ്. അതായത് നമ്മുടെ കമ്പനി എവിടെ ലൊക്കേറ്റ് ചെയ്യണം, ആ ലൊക്കേഷൻ ഡിസിഷൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ആ കമ്പനിയുടെ ടോട്ടൽ വർക്കിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. സോ ഫെസിലിറ്റി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക എന്നത് ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു സെറ്റപ്പ് ദി ഡിസൈഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടി നമുക്ക് കിട്ടുക എന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പം നല്ലൊരു പ്ലേസ്, നല്ല കസ്റ്റമേഴ്സിന് റീച്ചബിൾ ആയിട്ടുള്ള, എംപ്ലോയീസിന് റീച്ചബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതൊരു ഓർഗനൈസേഷന് കിട്ടുക എന്നതും എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലേസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലേസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു ലാർജ് എമൗണ്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഡിസിഷൻ, അതായത് ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷന് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ദ സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ഈസ് ദ കീ ഡിസിഷൻ ആസ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതിനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് കമ്പനിയുടെ കീ ഡിസിഷനാണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ബിക്കോസ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ആ ഒരു പ്ലേസ് സെലക്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ റേറ്റും, അതുപോലെ തന്നെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസ്, അതിനുള്ള എക്സ്പെൻസും ഒക്കെ നോക്കുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ഫെസിലിറ്റി പ്ലാനിങ് അല്ലെങ്കിൽ ഫെസിലിറ്റി ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഓർ നോട്ട് പോസിബിൾ ടു ചേഞ്ച് ദി ലൊക്കേഷൻ വെരി ഓഫൺ. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ പ്ലേസ് അല്ലെങ്കിൽ ഒരു പ്ലേസ് നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളവിടെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലേസ്, ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എപ്പോഴും ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, അതായത് ചേഞ്ച് വരുത്തുക, ലൊക്കേഷനിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അത്രത്തോളം പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത് നല്ലതുമല്ല. ഒരു കമ്പനിയുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു പ്ലേസ് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നു എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിൻ്റെ ബേസിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അത് നല്ലൊരു കാര്യമല്ല. നമ്മൾ ആരും അങ്ങനെയുള്ളൊരു ഇത് ആഗ്രഹിക്കുന്നില്ല. സോ അഡ്വൈസബിൾ അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ പോസിബിളും അല്ല, കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻ വേണ്ടാന്ന് പറഞ്ഞ് വേറൊരു സ്ഥലം സെലക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കത് ഹ്യൂജായിട്ടുള്ള റിസ്ക് അല്ലെങ്കിൽ ഹ്യൂജ് ലോസസ് ആണ് അത് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ഡിസിഷനിൽ മാറ്റം വരുത്തുക എന്നുള്ളത് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയാം. ഓക്കെ,
So, an improper location of plant may lead to waste of all the investment made in building machinery equipment. So, നമ്മൾ എപ്പോഴും അതിൽ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഫെസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും അതെന്താണ് വളരെ ഹ്യൂജ് ലോസാണ്. പലതരത്തിലുള്ള വേസ്റ്റാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മുടെ ഫണ്ടിലും നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും നമ്മൾ മെഷീനറി വാങ്ങിയാലും എല്ലാം നമുക്ക് ഹ്യൂജ് ലോസസ് ആണ് അത് വിളിച്ചു വരുത്തുന്നത്. സോ ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഫെയിലിയറാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ വശവും ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫെസിലിറ്റീസ് പ്ലാനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഫെസിലിറ്റീസ് പ്ലാനിങ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് സെലക്ഷൻ. അപ്പോൾ അടുത്ത നമ്മളൊരു വേറെ ഏരിയയിലേക്കാണ് പോകുന്നത്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പ്രൊഡക്ട്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊഡക്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ സെലക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ വാട്ട് ഈസ് പ്രൊഡക്റ്റ് സെലക്ഷൻ. ഓക്കെ, product development is the process of bringing a new product or improving an existing one for customers. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ ഇംപ്രൂവിങ് ആൻ എക്സിസ്റ്റിംഗ് വൺ ഫോർ കസ്റ്റമേഴ്സ്. പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റിൽ ചില തരത്തിലുള്ള മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ട് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മാർക്കറ്റിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് പുതിയൊരു പ്രോഡക്റ്റിൻ്റെ കടന്നുവരവോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിൽ, അതായത് നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ചില തരത്തിലുള്ള ചേഞ്ചസൊക്കെ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് അതിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് സെലക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് പ്രൊഡക്റ്റ് പ്ലാനിങ്. അപ്പോൾ പ്രൊഡക്റ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്ലാനിങ്ങിലുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെലക്ഷനാണ്. ഓക്കെ, development of a new product and its selection is very necessary due to various reasons such as rapid changes in technology, cutthroat competition, change in the habits and preference of customers, etc. അപ്പോൾ ന്യൂ പ്രോഡക്റ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ നെസസറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഡേ ടു ഡേ നമ്മുടെ ബിസിനസ് ഫീൽഡിൽ ടെക്നോളജി ലെവലിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോഡക്ട്സിനും നമ്മൾ എന്ത് വരുത്തണം? അപ്ഡേഷൻ വരുത്തണം. ഓക്കെ, പലതരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതേപടി തന്നെ വേറൊരു പ്രോഡക്റ്റ് പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ് അതും എന്താണ്? ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ ടേസ്റ്റ്, അവരുടെ പ്രിഫറൻസ് അതിലൊക്കെ മാറ്റം ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പം ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നത് നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ. ഓക്കെ, സോ പ്രൊഡക്റ്റ് പ്ലാനിങ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ഡിസിഷൻ.
നമ്മുടെ മാർക്കറ്റിങ്ങിൽ എന്ത് ഡിസിഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്ത് ഡിസിഷൻ നമ്മൾ എടുക്കണമെങ്കിൽ അതിന് മുന്നായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പ്രോഡക്റ്റ് ഏതാണെന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്രോപ്പറായിട്ട് ഏതാണ് പ്രോഡക്റ്റ് എന്ന് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബേസിൽ നമുക്ക് ബാക്കി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ഡിസിഷൻസും മാർക്കറ്റിംഗ് ഫീൽഡിൽ ബിസിനസ് ഫീൽഡിൽ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. സോ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ദ നെക്സ്റ്റ് ഏരിയ, ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് സെലക്ഷൻ വേസ്. ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് സെലക്ഷൻ വേ, അതായത് ഒരു കമ്പനിക്ക് ഏതൊക്കെ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വേസിലൂടെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോഡക്റ്റ് സെലക്ഷനുള്ള ഡിഫറെൻറ്റ് വേസ് ഏതൊക്കെയാണ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 ഡിഫറെൻറ്റ് വേസ് ആണ് പറയുന്നത്. നമ്പർ 1 ഈസ് ഇമിറ്റേഷൻ, ദ നെക്സ്റ്റ് വൺ അഡാപ്റ്റേഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ്, ദ ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ഇന്നോവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇമിറ്റേറ്റ് ചെയ്യുക, മറ്റൊരാൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. അതേപോലെ ഇമിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കമ്പനി കോപ്പി ദി അതർ പോപ്പുലർ പ്രോഡക്ട്സ് ഓർ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ നിലവിലുള്ള പ്രോഡക്ട്സ് അതേപോലെ കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ലീഡിംഗ് ആയി നിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ തരത്തിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി ഇറക്കുകയോ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഇമിറ്റേഷൻ. അതായത് മറ്റൊരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റിനെ കോപ്പി അടിച്ചുകൊണ്ട് അതേപോലുള്ള പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതാണ് ഇമിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ പോലെ നമ്മൾ ഉണ്ടാക്കുക. അതാണ് ഇമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുക, മറ്റൊരാളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണോ അത് കോപ്പി അടിച്ച് അല്ലെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പുതിയത് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരിക. അതാണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് സെലക്ഷനുള്ള ഒരു വേ ആണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, മറ്റേ പ്രോഡക്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, രണ്ടാമത്തെ ഒരു മെത്തേഡാണ് അഡാപ്റ്റേഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ്. അഡാപ്റ്റേഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുക എന്തിൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൽ. അതായത് ഒന്നുമില്ല, അഡാപ്റ്റേഷൻ മീൻസ് ദ മോഡിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഇൻ ദി വേ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി, സൈസ്, ഡിസൈൻ എക്സെട്ര. അതായത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ കമ്പനിയിലുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റഡ് പ്രോഡക്റ്റ്സിൽ ചില തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിനെ പുതിയൊരു രൂപത്തിൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് അഡാപ്റ്റേഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സിന്, എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൽ ചെറിയ തരത്തിൽ അതിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈസിലോ ഓക്കെ അതിൻ്റെ ഷേപ്പിലോ അതിൻ്റെ ഡിസൈനിലോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതൊരു പുതിയ പ്രോഡക്റ്റാക്കി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അഡാപ്റ്റേഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതും പ്രോഡക്റ്റ് സെലക്ഷൻ്റെ ഒരു വേ ആണ്. ദ ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ഇന്നോവേഷൻ. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ട് പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് അപ്ലൈയിങ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ്. പുതിയ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് പുതിയ ഐഡിയാസിൻ്റെ ബേസിൽ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ പുതിയൊരു പ്രോഡക്റ്റ്, ഇതുവരെ മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത വേറെ ഒരു കമ്പനിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു പുതിയൊരു പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡിനെയാണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. Okay, so these are the different methods for product selection. Okay, the next one, steps in product development. Product ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്, അതാണ് സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്സിലാണ് ഐഡിയ ജനറേഷൻ, ദെൻ സെക്കൻഡ് വൺ ഈസ് സ്ക്രീനിങ് ഓഫ് ഐഡിയാസ്, then third one business analysis of idea, then development of a product, then testing, the last one commercialization. Okay, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐഡിയ ജനറേഷൻ. അപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ്
ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയ ഐഡിയയുടെ ബേസിൽ ഒരു ഐഡിയ, അതായത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് പലതരത്തിലുള്ള സോഴ്സസിലൂടെ കളക്ട് ചെയ്യാം. എംപ്ലോയീസിൻ്റെ അടുത്ത് നമുക്ക് ഐഡിയാസ് കിട്ടും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്, റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന്, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്ത് പലതരത്തിലുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് ഇതിൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ ബേസിൽ നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ എന്തൊക്കെ രീതികളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഐഡിയ ജനറേഷൻസിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ റിസർച്ച് വഴിയോ സ്റ്റഡീസ് വഴിയോ നമ്മുടെ ഫ്രണ്ട്സ് വഴിയോ അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഹെൽപ്പോട് കൂടി അങ്ങനെയൊക്കെ നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് സ്ക്രീനിങ് ഓഫ് ഐഡിയാസ്. സ്ക്രീനിങ് ഓഫ് ഐഡിയാസ് പറഞ്ഞാൽ ഐഡിയ ജനറേഷൻസിൽ നമുക്ക് പലതരത്തിലുള്ള സോഴ്സസിൽ നിന്നും പലതരത്തിലുള്ള ഐഡിയാസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ എല്ലാ ഐഡിയാസും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം ആ ഐഡിയ സ്ക്രീനിങ്ങിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എല്ലാ ഐഡിയാസിനെയും നമ്മൾ ജനറേറ്റ് ചെയ്ത എല്ലാ ഐഡിയാസിനെയും നമ്മൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതായത് സ്ക്രീനിങ് ഓഫ് ഐഡിയ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിറ്റിക്കൽ ഇവാലുവേഷൻ of the product ideas for getting a viable products അല്ലെങ്കിൽ for selecting a പ്രോപ്പർ പ്രോഡക്ട്സ്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരു വയബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത എല്ലാ ഐഡിയാസിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഐഡിയാസിനെയും ക്രിറ്റിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്രീനിങ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി ജനറേറ്റഡ് ഐഡിയാസ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐഡിയാസിനെയും ഒന്ന് ഡീറ്റെയിൽഡായിട്ട് സ്ക്രീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്ക്രീനിങ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പാണ് ബിസിനസ് അനാലിസിസ് ഓഫ് ഐഡിയ. ഇനി എന്താണ്, നമ്മൾ സ്ക്രീൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമുക്കിപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മുടെ മനസ്സിലൊരു 10 ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, അതിലൊരു 5 നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5 ഐഡിയാസായിട്ട് നമ്മളതിനെ കുറച്ചിട്ടുണ്ടാകും. അത് ഏറ്റവും നല്ല ഒരു 5 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കാകെ 1 മതി. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്, ബിസിനസ് അനാലിസിസ് ഓഫ് ഐഡിയാസ്. നമ്മൾ ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ വയബിലിറ്റിയും ചെക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയാസ് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വയബിലിറ്റിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു ഐഡിയാസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്, ആ ഒരു ചിലവ് നമ്മൾ വഹിച്ചാൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനെ ബിസിനസ് വ്യൂ പോയിന്റിൽ നമ്മൾ ആ ഒരു ഐഡിയനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ഒരു അനാലിസിസ് നടത്തും. ഓക്കെ, അങ്ങനെ നടത്തിയാൽ നമുക്ക് ആ ഒരു 5 ഐഡിയാസിൽ നിന്നും ഏതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് അനാലിസിസ് ഓഫ് ഐഡിയാസ് നടത്തുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നതോടു കൂടി നമുക്ക് ഒരു ഐഡിയ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഫോർത്ത് സ്റ്റെപ്പാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. സോ ആ ഒരു ഐഡിയാസ് നമ്മൾ ഫിക്സ് ചെയ്താൽ ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അതായത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്ത എല്ലാ ഇവാലുവേഷനുകളുടെയും അല്ലെങ്കിൽ എല്ലാ അനാലിസിസിൻ്റെയും ബേസിൽ നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ്.
ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടെസ്റ്റിംഗ് ഓഫ് ദി ഐഡിയാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. നമുക്കറിയില്ല ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ്, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒന്നാണോ, കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വാളിറ്റീസൊക്കെ ആ പ്രോഡക്റ്റിലുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ അത് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിതിൻ്റെ ചെറിയൊരു പോർഷന് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിലേക്ക് നമ്മൾ ടെസ്റ്റ് രൂപേണ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെറിയൊരു ഏരിയസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഐഡിയ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് പോലെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഏരിയാസിലേക്ക് മാത്രം, മാർക്കറ്റ് ടെസ്റ്റ് എന്ന പോലെ നമ്മൾ കുറച്ച് ഏരിയാസിലേക്ക് മാത്രം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ബേസിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു. മാർക്കറ്റിൽ അത് കൊടുക്കുമ്പം കസ്റ്റമേഴ്സ് അതിനെ വാങ്ങുന്നുണ്ടോ, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഡിമാൻഡ് ഉണ്ടോ, എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്താണ്, അതിനൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കിട്ടിയ എല്ലാ ഫീഡ്ബാക്കും നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പോകുന്നില്ല. നേരെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു, കൊമേഴ്ഷ്യലൈസേഷൻ. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ബൾക്കായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നു. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുകയാണ് ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ. ദെൻ ആ ഐഡിയാസിനെയൊക്കെ നമ്മളൊന്ന് സ്ക്രീൻ ചെയ്യുന്നു ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബിസിനസ് അനാലിസിസ് നടത്തുന്നു, അതായത് ഫിനാൻഷ്യൽ വ്യൂ പോയിൻറ്റിൽ അല്ലെങ്കിൽ ബിസിനസ് വ്യൂ പോയിൻറ്റിൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഐഡിയാസിനെ ഒന്ന് സ്റ്റഡി ചെയ്യുന്നു. ദെൻ ആ ഐഡിയാസിൻ്റെ ബേസിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ടെസ്റ്റ് രൂപേണ ഒരു ലോക്കൽ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് മാർക്കറ്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫീഡ്ബാക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളിത് കൊമേഴ്ഷ്യലൈസേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇതിലെ മേജർ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്ത ഫെസിലിറ്റീസ് പ്ലാനിങ്ങും. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.